പറഞ്ഞത് ഓർമ്മയുണ്ടോ? സ്നേഹത്തോടെ പെരുമാറ്. അത്ര പന്തിയല്ല. കണ്ണേട്ടൻ അമ്മയെ കണ്ടിട്ട് പോ. ആ കേറി വാരണ്ടേരും. ആഹാ, ആരൊക്കെയായി വന്നിരിക്കുന്നേ? പുതുമണവാളിന്റെ മണവാട്ടിയോ? എങ്ങനെയുണ്ട് കാർത്തു അവിടുത്തെ ജീവിതമൊക്കെ? അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഒന്നും പറയാറായിട്ടില്ല. എന്നാലും സാറിന്റെ വീടല്ലേ, കുഴപ്പമൊന്നും വരത്തില്ല. താലി കെട്ടുമ്പോഴേ ഞാനും മോളും പ്രാർത്ഥനയിലായിരുന്നു. മോള് ദീർഘ സുമംഗലി ആയിരിക്കണേന്ന്. എനിക്കവിടെ ഒരു കുഴപ്പമില്ല. അരുൺ സാറിന്റെ വീട്ടിലുള്ളവരൊക്കെ സ്നേഹത്തോടെയാ പെരുമാറുന്നത്. അല്ല, അത് പിന്നെ കല്യാണത്തിന്റെ അന്ന് അപ്പച്ചിയുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ടെ അത്ര പന്തിയാണെന്ന് തോന്നിയില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. കാർത്തൂനെ മരുമകളായിട്ട് എന്റെ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റിയ ശേഷം അപ്പച്ചിയും വഴിക്ക് വന്നു. ഇപ്പൊ മോളെ പോലെ കാണുന്നേ. നന്നായി വരട്ടെ അല്ലേ വിജിത മോളെ? അതെ അതെ. അല്ലേലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ പിണങ്ങി നിൽക്കുന്നവരൊക്കെ വഴിക്ക് വരും. അങ്ങനെ വരണമല്ലോ. എന്നും കുന്നും വഴക്കുമായിട്ട് നിന്നാ പിന്നെ ആ ജീവിതത്തിൽ എന്താ ഒരു അർത്ഥമുള്ളത്? എന്തായാലും നീ ഭാഗ്യമുള്ളവളാ കാർത്തു. അതുകൊണ്ടാ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിന്ന് പറഞ്ഞാലും നിനക്ക് അവസാനം ആഗ്രഹിച്ച ആളെ തന്നെ കിട്ടിയത്. പിന്നെ അതൊരു വലിയ കാര്യല്ലേ? അല്ലെങ്കിൽ സാറ് നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആര് നിന്നെ കല്യാണം കഴിക്കുമായിരുന്നു? എങ്കിൽ ഞാൻ വിവാഹയെ കഴിക്കില്ലായിരുന്നു. ഇപ്പൊ തന്നെ കഴിപ്പിച്ചത് വലിയ പാടുപെട്ടാ. ഇയാളെ സ്വന്തമാക്കാന്നുള്ളത് എന്റെ കൂടി ആവശ്യമല്ലേ? അയ്യോ, കാർത്തു നല്ലവളല്ലേ? ഇത്രയും വലിയ വീടും പറമ്പും ഒക്കെ നോക്കിയിരുന്ന കൂട്ടത്തിലാ. അതുകൊണ്ടേ സാറിന്റെ വീട്ടിലുള്ള 3-4 പേർക്കൊക്കെ വെച്ചോളമ്പാൻ മോക്ക് ഒരു വിഷമം ഉണ്ടാകത്തില്ല. അയ്യോ, അമ്മ ഇയാളെ അടുക്കള കയറുന്നില്ല. ആ ഭാഗത്തേക്ക് തന്നെ ഓടിച്ചു വിടും. കള്ളമായിരിക്കും, പച്ചക്കള്ളം. എന്നാലും കണ്ടറിഞ്ഞ് ഞാൻ എല്ലാം ചെയ്യും. അത് വേണം മോളെ. നിന്റെ ജീവിതത്തിൽ കിട്ടിയ പുണ്യമാണ് സാറും വീട്ടുകാരും. മുജ്ജന്മ പുണ്യം. അല്ല, കണ്ണേട്ടനും മാമനും മാമിയും ഇപ്പൊ സ്വന്തം വീട്ടിലേക്ക് പോവാറില്ലേ? പോണമെന്നുണ്ട്. പിന്നെ മൂക്ക് വിശേഷം ഉള്ളതുകൊണ്ട് പോകാതെ നിക്ക. ഞങ്ങൾ പോയാൽ ശരിയാവത്തില്ല. ഇവളുടെ അപ്പച്ചിയെ വേണ്ട രീതിയിലൊന്നും നോക്കത്തില്ല. അതുകൊണ്ട് അടുക്കള കയറി നിങ്ങളാണോ ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്നെ അടുക്കള കയറാൻ സമ്മതിക്കത്തില്ല. പിന്നെ കൊതിയുള്ള എന്തെങ്കിലും വേണോന്ന് ഇവള് പറയുമ്പോഴേ ഞാൻ കേറും. അമ്മയ്ക്ക് 10-75 വയസ്സായി. ഇനി ഒരുപാട് കഷ്ടപ്പെടുത്തരുത്. അടുക്കളപ്പണിക്കും പുറം പണിക്കും ഒക്കെ ഒരാളെ വെക്കാവുന്നതേ ഉള്ളൂ. ഉണ്ണിയേട്ടനത് ചെയ്യേണ്ടതാ. ഞങ്ങളൊക്കെ പറഞ്ഞിട്ടേ കേൾക്കുന്നില്ല. അമ്മ ഇപ്പൊ എവിടെയാ? ഏത് സമയം അടുക്കളയിലാ. എന്തെങ്കിലും ഉണ്ടാക്കും കഴിക്കും. പിന്നെ ഞങ്ങള് തടസ്സത്തിനൊന്നും പോകാറില്ല. ഞാനൊന്ന് കണ്ടിട്ട് വരാം. ആ, മോള് അടുക്കളയിലോട്ടിയല്ലേ? അയ്യോ, സാറേ ഇരിക്കും സാറേ. കർണേട്ടൻ ഇപ്പൊ എത്തും. ആ, ഇരിക്കും സാറേ. അങ്ങോട്ടിരിക്കേ. അമ്മേ. അയ്യോ, ആരായി വന്നിരിക്കുന്നെ? അരുണ് വന്നില്ല മോളെ? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരുമോ? വിജിതയോടും അവളുടെ അമ്മയോടും സംസാരിച്ചോണ്ടിരിക്കുക. അവര് മാന്യമായിട്ട് തന്നെയാണോ പെരുമാറിയേ? കുഴപ്പമില്ല. എനിക്കും അത്ഭുതമായിരുന്നു. എന്തെങ്കിലുമൊക്കെ കുത്തുവാക്കാൻ ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാ വസ്ത്രമൊന്നും വാങ്ങിച്ചോണ്ട് വരാതിരുന്നത്. ഒന്നും പറഞ്ഞില്ലെന്ന് കരുതി അവര് മാറിയെന്നൊന്നും കരുതണ്ട. ഓ, ചില്ലറ പണിയല്ല ഞാനിവിടെ കിടന്ന് ചെയ്യുന്ന. സഹായിക്കണോ അമ്മേ? അയ്യോ, വേണ്ട. മോള് പുതുപ്പെണ്ണല്ലേ? എന്തോന്ന് പുതുപ്പെണ്ണമ്മേ? എനിക്കറിയാവുന്ന ആളുടെ വീട്ടിലോട്ട് ഞാൻ പോയി, അത്രേ ഉള്ളൂ. എന്നാലും മോൾ ഇന്ന് വിരുന്നുകാരിയാ. മോൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കി തരേണ്ടത് ഈ ഞാനാ. അയ്യോ, അങ്ങനെയൊന്നും ഒരുക്കൊന്നും വേണ്ടമ്മേ. അമ്മയെ വന്നൊന്ന് കാണണമെന്ന് തോന്നി. എന്നാലും ഉച്ചയൂണ് കഴിക്കാതെ ഞാൻ വിടില്ല. കറികളൊക്കെ ഉണ്ട്. എന്നാലും അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ കൂടി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോയാ മതി. നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിലേ കുറച്ച് പുഴമീനെങ്കിലും വാങ്ങി ശരിയാക്കി വെച്ചേനെ. ഒന്നും വേണ്ടമ്മേ, പറഞ്ഞ സ്ഥിതിക്ക്. അവിടെ എന്റെ വാക്ക് പോലും അവൻ ധിക്കരിച്ചു എന്ന് വരും. അതുകൊണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോവാൻ പറ്റൂ. അവളോടുള്ള സ്നേഹമൊന്നും കുറയ്ക്കണ്ട. അവളുമായി പൊരുത്തപ്പെട്ട് പോകുന്നുണ്ടെന്ന് അരുണിന് തോന്നണം. അവിടെയാ നമ്മുടെ വിജയം. കുഞ്ഞു പോയിക്കഴിഞ്ഞാ കേസ് വഴക്കമാവോ അമ്മേ? നാട്ടുവൈദ്യൻ
നിസാരക്കാരനല്ല. അകത്ത് ചെല്ലുന്ന ഭക്ഷണത്തിന്ന് ഒരു ഡോക്ടർക്കും കുഞ്ഞിനെ നശിപ്പിക്കാനുള്ള മരുന്ന് എത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ എന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലിലാക്കണമെന്ന് അരുൺ ചിന്തിക്കില്ല. ആ ധൈര്യം എനിക്കുണ്ട്. ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇനിയൊരു കുഞ്ഞ് അവളുടെ വയറ്റിൽ കുരുക്കരുത്. അതിനുള്ള മരുന്നും പിന്നീട് ഞാൻ തന്നെ കൊണ്ടുവരും. അവസാനം ഏത് മരുന്ന് കഴിച്ചാലും അവൾ അമ്മയാകാത്ത സ്ഥിതി വരും. ആ സമയത്ത് ആയുർവേദത്തിന്റെ ശക്തിയിൽ മോൾ അമ്മയാകും. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ അവളുടെ മുന്നിൽ വെച്ച് മോളുടെ കുഞ്ഞിനെ കൊഞ്ചിക്കണം. അതവൾക്ക് ഭാരമായിട്ട് അവൾ ഈ വീടിന്റെ പടി ഇറങ്ങിപ്പോണം. അല്ലെങ്കിൽ ഒരച്ഛനാവാൻ കഴിയാത്തതിന്റെ നിരാശയിൽ അരുൺ അവളെ ഈ പടി ഇറക്കി വിടണം. നിശ്ചയിച്ചുറച്ചു തന്നെ ഈ അമ്മയുടെ പോക്ക്. എന്നെ തോൽപ്പിച്ചിട്ട് ഈ പാലക്കൽ തറവാട്ടിൽ ആരും വാഴില്ല. ഇതെന്റെ ഏട്ടന്റെ വീടാ. എന്റെ കൂടി പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ വീട്. ഇവിടെ ആരൊക്കെ താമസിക്കണോന്ന് ഞാൻ തീരുമാനിക്കും. നീ പോയി പ്ലേറ്റ് എടുത്തിട്ട് വാ. ഈ പ്ലേറ്റ് ഒക്കെ എവിടെ കൊണ്ടുവച്ചേക്കാം? കുഞ്ഞു പോവാനുള്ള പലഹാരങ്ങളാ. ഇന്ന് രാത്രിയോടെ അതിനൊരു തീരുമാനം ഉണ്ടാവും. അമ്മ കൊണ്ടുപോയി കൊടുത്താൽ അവള് കഴിക്കുവോ? സ്നേഹത്തോടെ കൊടുക്കുമ്പോ കഴിക്കും. കുഞ്ഞു പോകുമ്പോ സങ്കടായിരിക്കുമല്ലോ, കരയുമല്ലോ. അതിനു മുമ്പ് ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ അവളെ സ്നേഹിക്കുന്നത്. ഭർത്താവിന്റെ അപ്പച്ചിയുടെ സ്നേഹം കൂടി കിട്ടിക്കഴിയുമ്പോ എല്ലാം ആയല്ലോ. അവക്ക് അമ്മയാവാൻ പോകുന്നതിന്റെ ലക്ഷണമൊന്നും ഇല്ലമ്മേ. ആരോഗ്യമുള്ള ശരീരം അവളുടെ. നിന്നേക്കാളും തടി കുറവാണെങ്കിലും അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ല ഉറപ്പുള്ള ശരീര. അത്തരക്കാർക്ക് ഒരു കുഞ്ഞു വയറ്റി കിടന്നാലൊന്നും അറിയില്ല. അതുപോലെ തന്നെ അവളുടെ പ്രസവവും സുഖപ്രസവമായിരിക്കും. എന്നും വഴക്കും പരാതിയായിട്ട് നടന്നാ മതിയോ? എനിക്ക് എന്റെ മക്കള് തന്നെയാ, അരുണും അനന്തും ഒക്കെ. അവരുമായി അധിക ദിവസം പിണങ്ങി പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല. അരുൺ ഏതായാലും മോളെ വിവാഹം കഴിച്ചു. ഇനി പിന്നെ വാശി കാണിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവന് മുന്നിൽ തോറ്റുകൊടുത്തു എന്ന് കരുതി എനിക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ആ തിരക്കൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വരണം. അപ്പോഴേക്കും കുറച്ചുകൂടെ പലഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കി വെക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല അപ്പച്ചി. ഇവിടെ ഇപ്പോ കാർത്തൂൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ ഏട്ടത്തി മാത്രമല്ലേ ഉള്ളൂ. അതേ സ്ഥാനത്ത് തന്നെയാ ഞാനും നിൽക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കണം. എനിക്കറിയില്ലായിരുന്നു അപ്പച്ചി. മാളുവിനെ പോലൊരു മുറപ്പെണ്ണ് അരുൺ സാറിനുണ്ടെന്നും ആ കുട്ടി കാത്തിരിക്കുകയാണെന്നും. ഞങ്ങളുടെ താലികെട്ട് കഴിഞ്ഞ ശേഷമാ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അറിയുന്നത്. മോളിവിടെ ജോലിക്ക് നിന്നപ്പോഴും അതൊന്നും അറിഞ്ഞില്ലേ? മാളുവിനെ സാറിന് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും പറയണ്ട. അവള് കുറച്ച് വിഷമിച്ചു. ഇപ്പോഴും അതുണ്ട്. എന്ന് കരുതി കഴിഞ്ഞുപോയതിനെ പറ്റി ഓർത്ത് ഇനി കാലം കഴിക്കാൻ പറ്റുമോ? ഉടനെ മാളുവിന്റെ വിവാഹം നടത്തണം. മോൾക്ക് പറ്റിയൊരു പയ്യനെ കണ്ടെത്തണം. അതിന് നിങ്ങളുടെ മുൻകൈ എടുക്ക്. അവളെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ചു മോളെ. നന്നായി സംസാരിച്ചു. എങ്കിലും അത് വിഷം പുരട്ടിയ സംസാരമായിരുന്നു. ഏതായാലും കുറച്ചു കഴിയുമ്പോ ഒരു വാർത്ത കേൾക്കാം. അവളുടെ കുഞ്ഞ് പോയിന്നു. അമ്മ അവിടെ ചെന്നതുകൊണ്ട് അരുണേട്ടനും അമ്മായിയൊക്കെ അമ്മയെ സംശയിക്കത്തുള്ളൂ. സംശയിക്കുന്നവർ സംശയിക്കട്ടെ മോളെ. എന്തു വന്നാലും അവളുടെ കുഞ്ഞ് അവിടെ പിറക്കാൻ പാടില്ല.
അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അരുണിനെയും അവളെയും തമ്മിൽ രണ്ടാക്കാൻ അത് ആവശ്യമാണ്. പിന്നെ മഞ്ജുവിന് മുൻപേ അവൾ അമ്മയാവാൻ പാടില്ല. ഇപ്പോ തന്നെ ലതികേടത്തി മഞ്ജുവിനേക്കാൾ സ്നേഹിക്കുന്നത് ആ അസത്തിനെയാ. അതെനിക്ക് സഹിക്കാൻ പറ്റാതെ ആയിട്ടുണ്ട്. അവളെ അവിടെ നോടിക്കാന്നുള്ളത് എന്റെ വ്രതമായി എടുത്തിരിക്കുക ഞാൻ. അങ്ങനെ ഓടിച്ചാലും അരുണേട്ടൻ അവളെ മറക്കാൻ പറ്റുമോ അമ്മേ? പ്രേമിച്ചു, ഒരു കുഞ്ഞുണ്ടായി. അതിന്റെ മധുരമൊക്കെ വിവാഹം കഴിയുന്നതോടെ ഇല്ലാതാവും. പിന്നെ പിരിഞ്ഞാലും ഇപ്പോഴുള്ള സ്നേഹമൊന്നും അവന്റെ ഉള്ളിൽ കാണില്ല. അമ്മ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സ്നേഹിച്ചു കഴിഞ്ഞാ അവരെ മറക്കുന്ന സ്വഭാവം അരുണേട്ടനില്ലാന്ന്. അതെനിക്കും അറിയാം. മോള് അവന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണോ? അവന്റെ വിവാഹം കഴിഞ്ഞത് ഒരു പോരായ്മയായി മോൾക്ക് തോന്നുന്നില്ലെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ അവനെ നിനക്ക് നേടിത്തന്നിരിക്കും. എന്റെ മനസ്സ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഉള്ളിൽ ഇപ്പോഴും അരുണേട്ടൻ മാത്രമേ ഉള്ളൂ. അതിന് പകരക്കാരനായി ഒരാളെ കാണാൻ പോലും എനിക്ക് സാധിക്കില്ല. എന്നുവെച്ചാൽ ഇനി മറ്റൊരാളുമായി വിവാഹമില്ലെന്ന് മോൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ നിലയ്ക്ക് മോളുടെ ഭാവിയെപ്പറ്റി അമ്മയ്ക്ക് ചിന്തിച്ചേ പറ്റൂ. അതുകൊണ്ടാ ആദ്യത്തെ വെടി ഞാൻ പൊട്ടിച്ചത്. ആ പലഹാരം കഴിച്ച് മണിക്കൂറുകൾക്കകം കുഞ്ഞില്ലാതാവും. അതുപോലൊരു നാട്ടുമരുന്നാ ഉള്ളി ചെന്നിരിക്കുന്നത്. നമുക്കൊക്കെ കഴിക്കാം. അമ്മയാകാൻ പോകുന്ന പെൺകുട്ടിക്കാണ് ദോഷം. അരുണേട്ടൻ എന്തായാലും സംശയം തോന്നുന്നുള്ള കാര്യം ഉറപ്പാ. ഇനി ഇത് മനസ്സിൽ വെച്ചിട്ട് ഒരു ഡോക്ടറെ സമീപിച്ച പ്രശ്നമല്ലേ അമ്മേ? ഇതേ സംശയം തന്നെ മോളുടെ ചേച്ചിക്കുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല മോളെ. ഡോക്ടർമാർക്കൊന്നും അത്ര പെട്ടെന്ന് കുഞ്ഞു പോയതിന്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് ഉറപ്പിച്ചിട്ടാണ് പലഹാരത്തിൽ ഞാനത് കലക്കി കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പച്ചി സ്നേഹത്തോടെ കൊടുത്തതല്ലേ. ഇപ്പോ സ്വാദോടെ നുണയുന്നുണ്ടാവും അവളത്. ആ പിന്നെ ശരത്തെങ്കിലിപ്പോ വിളിച്ചിരുന്നു. കാർത്തു കുഞ്ഞിനെ സൂക്ഷിക്കണമെന്നാ പറഞ്ഞേ. കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. അപ്പച്ചയും മഞ്ജു അടുത്തേയും സൂക്ഷിക്കണമെന്നാ പറഞ്ഞത്. അപ്പച്ചിയുടെ സ്നേഹപ്രകടനം കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ടെന്ന്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുറിക്ക് ചുറ്റും ഏട്ടത്തിൽ നടക്കുന്നുമുണ്ട്, മറിഞ്ഞു നോക്കുന്നുമുണ്ട്. എന്തോ ഒപ്പിച്ചിട്ടുണ്ടോന്നാ എന്റെ സംശയം. മനുഷ്യൻ എന്താ ഇങ്ങനെ ആയിപ്പോയത്? എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ 1 2 ആൾക്കാര്. അവരെന്തിനാ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതേപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നാലോ 100 കൂട്ടം ന്യായീകരണങ്ങളും ഉണ്ടാവും. ചിലർക്ക് എന്ത് പറഞ്ഞാലും തലേ കയറില്ല. അവര് ചെയ്യുന്ന ശരി. അത്തരക്കാരെ തിരുത്താൻ നോക്കാത്ത തന്നെ നല്ലത്. അവരനുഭവത്തിലൂടെ പഠിക്കൂ. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല അംശങ്ങൾ പകർത്താതെ അവരുടെ ദൂഷ്യവശങ്ങൾ കണ്ടെത്തി അതിനെ ന്യായീകരിക്കുന്നവരായിരിക്കും ഈ പറഞ്ഞ സ്വഭാവക്കാര്. അവരൊരിക്കലും സ്വന്തം ജീവിതത്തിൽ തൃപ്തരായിരിക്കില്ല. അന്യന്റെ ജീവിതത്തിൽ മഹിമയുണ്ടെന്ന് പറയുകയും ചെയ്യും. അത് ആണായാലും പെണ്ണായാലും. അവരെ വിവാഹം കഴിക്കുന്നവരാ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യദോഷി. ഒരിക്കലും അവരുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അവരെവിടെ ഉറച്ചു നിൽക്കൂല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണ കരണന്റെ മോള് വിജിത. എന്റെ അടുത്ത് അതുപോലെ അഴിഞ്ഞാടി നടക്കുന്ന കൂട്ടത്തിലല്ല, എങ്കിലും അവര് സ്വാർത്ഥയാ. അപ്പച്ചിയുടെ സ്വഭാവം അതേപടി പകർത്തിയ മകള്. അത് അറിഞ്ഞു വെച്ചോണ്ട് വേണം താനിവിടെ പിടിച്ചു നിൽക്കാൻ. വയറുവേദന എന്നല്ലേ താൻ പറഞ്ഞത്? വയറുവേദനയുണ്ടോ മോളെ? ചെറുതായിട്ടും ഉണ്ടമ്മേ. നന്നായിട്ട് വേദനയുണ്ടോ മോളെ? അങ്ങനെയൊന്നും ഇല്ലമ്മേ. എടോ, എന്തിനാ ഉള്ളത് മറച്ചു വെക്കുന്നത്? എന്ത് വേദന വന്നാലും അത് ആരോടും പറയില്ല. അതാ സ്വഭാവം. എന്നാ പിന്നെ നിങ്ങൾ പോയി ഡോക്ടറെ കാണ്.
അതിനെപ്പറ്റിയാ ഞാനും ആലോചിക്കുന്നത്. ഡോക്ടറെ ഒന്നും കാണണ്ട. എന്നും മോളാണോ തീരുമാനിക്കുന്നത്? ഒന്നും പറയില്ല. കാർത്തൂന്റെ സ്വഭാവം അനുസരിച്ച് അരുണിനോട് പോലും. മോൾക്ക് അസ്വസ്ഥതയുണ്ടായപ്പോ നീ എന്താടാ അരുണെ എന്നോട് പറയാഞ്ഞത്? ചെറിയൊരു പെയിൻ ഉണ്ടെന്ന് കുറച്ചുമ്പോ ഇയാള് പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ മോളെ? ഒരു ബുദ്ധിമുട്ടും ഇല്ലമ്മേ. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഇവള് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കാണാതെ കിടന്ന കൂട്ടത്തിലൊന്നുമല്ല കാർത്തു. നല്ല ഫുഡ് ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ഇഷ്ടപ്പെട്ടതൊക്കെ ഏത് നേരത്തെ എടുത്ത് കഴിക്കാവുന്ന സാഹചര്യത്തിൽ നിന്നാ ഇങ്ങോട്ട് വന്നേ. എങ്ങനെങ്കിലും ആ കുഞ്ഞങ്ങ് പോയാ മതിയായിരുന്നു. അതിന്റെ പേരില ഇപ്പൊ ഇവിടെ ഓരോരുത്തർക്കും നെഗടിപ്പ്. അവൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയമ്മേ. അപ്പോ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? അവൻ അവളുമായിട്ടേ ഹോസ്പിറ്റലിൽ പോകാൻ പോവാ. പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല മോളെ. ആ കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ആ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് അമ്മായി കുത്തലായിരുന്നു. നമ്മള് കരുതുന്ന പോലൊന്നും അല്ല അമ്മായിയുടെ സ്വഭാവം. അമ്മ വരുമ്പോഴേ ഉള്ളൂ ഇത്തിരി ഒന്ന് താന്നു നിൽക്കുന്നത്. അല്ലാത്തപ്പോഴേ എന്നോട് കാലെണ്ണയുടെ സ്നേഹം കാണിക്കുന്നില്ല. സാരമില്ല മോളെ, അതിനൊക്കെ മാറ്റം വന്നോളൂ. എന്തായാലും അമ്മ ഇപ്പൊ അങ്ങോട്ട് വരാം. എന്നിട്ട് അവൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന വാർത്ത നമുക്ക് ഒന്നിച്ച് കേൾക്കാം. എന്നാ ശരി മോളെ. അല്ല, ഇനിയിപ്പോ എന്താ പരിപാടി? രാത്രി വൈകി വീട്ടിലെത്തുള്ളൂ. തട്ടുകടക്കാരിക്ക് തട്ടുകടയിലെ ഭക്ഷണമൊക്കെ ഇഷ്ടമാണോ? പുറത്തുനിന്നുള്ള ഭക്ഷണം എനിക്ക് അത്ര ഇഷ്ടമല്ല. എങ്കിൽ ഇന്ന് ഇഷ്ടപ്പെടണം. നമ്മള് പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. വാ, നമുക്ക് കുറച്ചേരം അവിടെ ഇരിക്കാം. ഇപ്പോഴാ മനസ്സൊന്ന് ശാന്തമായത്. കടൽ ഒരിക്കലും ശാന്തമല്ല. എന്നാ അത് കണ്ടു നിൽക്കുമ്പോ നമുക്ക് മനസ്സമാധാനം കിട്ടും. എന്തായമ്മേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെ. ചിലപ്പോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കാണും. അപ്പൊ ഉറപ്പിക്കാം കുഞ്ഞു പോയെന്ന് അല്ലേ? അല്ലെങ്കിൽ ഇത്രയും സമയം വൈകോ? ഇത് കുഞ്ഞുപോയതിന്റെ ക്ഷീണത്തിൽ അവളവിടെ കിടക്കുക. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് പോയി കാണണ്ടേ? അങ്ങോട്ട് പോയി കാണേണ്ട കാര്യമൊന്നുമില്ല. അവരിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് കണ്ടാ മതി. 2 ദിവസം അവളുടെ സങ്കടത്തിനൊപ്പം നിൽക്കണം. 3ന്റെ അന്ന് നമ്മൾ നമ്മുടെ സ്വഭാവം പുറത്ത് കാണിക്കണം. അമ്മയാണ് ഇതിന് ഉത്തരവാദിയെന്ന് അരുണും അമ്മായി സംശയിക്കും, ഉറപ്പാ. ആര് സംശയിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ കഴുത്തിൽ കത്തി കയറ്റിയവന് എന്റെ അനന്തരവൻ. അതിന് കാരണക്കാരി അവളാ. എന്നിട്ട് അവളെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിച്ചിട്ട് അവൻ ഒരു കൊലുക്കുമില്ലല്ലോ. അപ്പച്ചി കാണുമ്പോ അതിന്റെ ഒരു സങ്കോചവും ഇല്ലല്ലോ. അമ്മ ഹാപ്പിയല്ലേ? അപ്പൊ നമുക്ക് സന്തോഷിക്കാൻ ഇങ്ങനെ എന്തെങ്കിലും വേണം മോളെ. കുഞ്ഞിനെ കളയുന്നതിനോട് ഇവിടെ ഒരാൾക്കും താല്പര്യമൊന്നുമില്ല. ആനന്ദുവേട്ടന്. അരുണും കാർത്തും ഏട്ടത്തിയൊക്കെ ഈ വീടിന്റെ പേരക്കുട്ടിയിൽ ആളിക്കുമ്പോ അവനും ഒരു കുഞ്ഞു വേണോന്ന് തോന്നില്ലേ? അവനല്ല കുഴപ്പം, നിനക്ക്. അവൻ അതുകൊണ്ട് തന്നെയായിരിക്കും വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്. കുഞ്ഞു പോയ സന്തോഷം അറിയാനാണോ വിളിക്കുന്നതെന്നായിരിക്കും അവന്റെ ചിന്ത. അവൻ എന്തേലും ചിന്തിക്കട്ടെ. ഇതിന്റെ പേരിൽ എന്നോട് തട്ടിക്കയറിയ എന്റെ 5 വിരലും അവന്റെ കരണത്ത് കിടക്കും. മോളുവിന്റെ കരച്ചില ഇപ്പോ ഏതു നേരവും അമ്മയുടെ കാഴ്ച. അത് കാണുമ്പോഴൊക്കെ എന്റെ അരിശം കൂടുക മോളെ. അമ്മ ഒന്നുകൂടെ വിളിച്ചേ. സ്വിച്ച് ഓഫാ. മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിട്ട് കരയായിരിക്കും അവൻ.
കള്ളം പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഗുണമുണ്ടായില്ലേ? അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചുറ്റാൻ പറ്റുമായിരുന്നോ? ഒരു ഫുൾ ഡേ നമ്മൾ നമ്മുടേത് മാത്രമാക്കി മാറ്റിയില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും സർ? എടോ, കഴിയുന്നിടത്തോളം. എനിക്ക് പേടിയാവുന്നു. പിടിക്കപ്പെട്ട അമ്മ പോലും കൂടെ നിൽക്കില്ല. കുഞ്ഞു പോയി കാണുന്നുള്ള സന്തോഷത്തിലാ അപ്പച്ചി എടുത്തിയൊക്കെ. അമ്മയുടെ കാര്യം അങ്ങനെയല്ല. കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോന്നുള്ള ഭയത്തിലാവും പാവം. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് അമ്മയോട് സത്യങ്ങൾ പറയാനൊരു മടി. അങ്ങനെ മടിച്ചു നിന്നിട്ട് കാര്യമില്ല സർ. എനിക്ക് അഭിനയൊന്നും വശമില്ല. എത്രയാന്ന് കരുതിയിട്ടാ പിടിച്ചു നിൽക്കുന്നേ. അതിന് താനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതോ? സാറാണ് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞതെങ്കിലും ഞാനും ഇപ്പോ അത് സത്യമാണെന്ന് കാണിക്കാൻ വേണ്ടി അഭിനയിക്കല്ലേ? ഓരോരോ കള്ളങ്ങൾ പറയുമല്ലേ? 3 പേരോ? നമ്മള് 2 പേരും, പിന്നെ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും. എടീ, മരിക്കാൻ നിനക്ക് മടിയില്ലേ? മടിയൊക്കെ ഉണ്ട്. പിന്നെ ദീപേട്ടനൊപ്പം മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കിതൊന്നും കാണാൻ വയ്യ സുധേ. നീ വന്നേ. എന്നാ നീ വെക്കോ. വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട. പോവാണോ? എടി, നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞോണ്ടാ വന്നത്. ഇനിയിപ്പോ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. വേണമെങ്കിൽ ഒഴിഞ്ഞ മുറിയിലിരിക്കാം നമുക്ക്. രാവിലെ 5 മണിക്ക് പോയിക്കോ. ഇനി അന്ന് ശരിയാവില്ല മോളെ. 2 തവണ നിങ്ങളുടെ ബെഡ്റൂമിൽ കയറിയിട്ടും പിടിക്കപ്പെടാതെ രക്ഷപ്പെടുമായിരുന്നു. ആ ഭാഗ്യം എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പോവാ. നാളെ പകല് കാണോ? എടി, സമയം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കണം. കൂടുതൽ സമയം എനിക്കിപ്പോ ദീപേട്ടനൊപ്പം ചെലവഴിക്കാനാ താല്പര്യം. ദേ, അമ്മയുടെ സന്തോഷ കുഞ്ഞിന്റെ ആരോഗ്യം. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കാൻ എന്റെ സമാധാന സന്തോഷം നോക്കേണ്ടത് ദീപേട്ടന്റെ കടമയാ. എടി, നിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും ഇപ്പൊ എന്താ ഒരു കുറവ്? ഭർത്താവ് കള്ളത്തരം കണ്ടുപിടിച്ചാ പോലും പ്രശ്നമില്ല. പിന്നെ എന്താ കുഴപ്പം? എന്നാലും ദീപേട്ടനെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ. ആ ഉടമ്പടിയിന്മേലാ നമ്മൾ അടുത്തത്. അത് നീ മറക്കണ്ട. എന്നാ ശരി. നിക്കടി ഇവിടെ. നിന്റെ ഈ വരവും പോക്കും ഒക്കെ ഞങ്ങളെ കാണുന്നുള്ളൂ. പാവ ഉണ്ണി അവിടെ കിടന്നുറങ്ങും. അതിനെന്താ അത്ര അത്ഭുതം? എന്നും രാത്രി സ്നേഹത്തോടെ ഒരു ഗ്ലാസ് പാൽ കൊടുക്കുന്നുണ്ടല്ലോ. അതിനകത്ത് ഉറക്കവുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ടാവും. അന്ന് അങ്ങനെ ചെയ്തെന്ന് കരുതി എന്നും ചെയ്യാറില്ല. അയ്യോ, എന്തിനാടേ കുറയ്ക്കുന്നത്? കൊടുത്തോ? എടേ, നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ വരികയും പോവുകയും ചെയ്യുന്ന അവനോടല്ല ഞാൻ വെട്ടിഞ്ഞുറുക്കും. അങ്ങനെയെങ്കിൽ പപ്പയും ഞാനും തമ്മിലുള്ള ബന്ധം തീരും. അങ്ങനെ ബന്ധം അറുത്തുമുറിക്കാൻ പപ്പയെക്കാളും വലുതാണോ നിനക്കവൻ? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ അവനാണോ? അതെ, എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛനെയാണ് ഞാൻ കാണുന്നത്. അയാളെയാണ് വീട്ടിനകത്ത് കയറ്റുന്നത്. ഓണം കെട്ടവളെ, ഇനി നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ എങ്ങനെ തലയോർത്ത് നടക്കോടി? എന്നാ കേട്ടോ, പപ്പയുടെ അനന്തരവനെ കുട്ടികളുണ്ടാവില്ല. അത് നേരത്തെ ഞാൻ മനസ്സിലാക്കിയതാ. അതുകൊണ്ട് നമ്മുടെ കണക്കറ്റ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഒരു അവകാശി വേണോന്ന് തോന്നി. വൈകാതെ ആ അവകാശി ജനിക്കുകയും ചെയ്യും. ഉണ്ണിയേട്ടന്റെ കുഞ്ഞല്ല, ദീപേട്ടന്റെ കുഞ്ഞ്. ഇതിലും നല്ലത് നിനക്ക് ഞങ്ങളെങ്ങോ കൊന്നുകൂടായിരുന്നോ? അത് തന്നെ എനിക്ക് അങ്ങോട്ടും പറയാനുള്ളത്. 2 ആൾക്കും വേണമെങ്കിലേ എന്നെ കൊല്ലാം. എങ്കിലും സത്യം മാറ്റി പറയാൻ പറ്റില്ല. എന്തൊരു ചതിയടി നീ ഞങ്ങളോട് ചെയ്തത്. അതിലും വലിയ ചതിയൊക്കെ നമ്മള് ദീപേട്ടനോട് ചെയ്തിട്ടില്ലേ അമ്മേ? എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു ദീപേട്ടൻ. എന്നിട്ട് ജയിൽ പുള്ളിയായില്ലേ? അവിടെ നന്ദികേട് കാണിച്ചത് നമ്മളാ. നീ ദീപനെ വേണോന്ന് പറഞ്ഞ് ഒറ്റ നിപ്പ് നിന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഉണ്ണിയെ കെട്ടാൻ പറയുമായിരുന്നോ?
ഇപ്പൊ ആരോടൊക്കെ സമാധാനം പറയണം? എടീ, നടന്നത് നടന്നു. ഇനി 10 പേരെ അറിയിക്കുന്നത് എന്തിനാ? ഞാനായിട്ട് ആരെയും അറിയിക്കുന്നില്ല. കുറച്ചു ദിവസമായി ഒരേ ചോദ്യം ആവർത്തിക്കുന്നു. ഇനി അത് ഉണ്ടാവാതിരിക്കാനാ ഞാൻ പ്രസവിക്കാൻ പോകുന്നത് ദീപേട്ടന്റെ കുഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞത്. ആ സ്നേഹം എനിക്ക് അയാളോടുണ്ട്. അതിന് മരണം വരെ നിലനിൽക്കുകയും ചെയ്യും. നിക്കടി. എടീ, കോടികളുടെ സ്വത്തും കോടിക്കണക്കിന് രൂപയും നിന്റെ പേരിൽ ബാങ്കിലുണ്ട്. അതൊക്കെ എടുത്ത് അവനെ നീ സഹായിക്കുന്നുണ്ടോ? ചായ. നിന്നോട് ആരടി എന്റെ ഭർത്താവിന് ചായ ഇട്ട് വരാൻ പറഞ്ഞത്? രാവിലെ കാഴ്ച കാണാനായിട്ട് മുന്നിൽ വരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അതിരാവിലെ കുളിയും കഴിഞ്ഞ് ഇറങ്ങിക്കോളും. ഒരുത്തിനെ വശത്താക്കി. ഇനി അടുത്ത ആളെ നോക്കുവാ. അതിരാവിലെ കുളിയും കഴിഞ്ഞ് അടുക്കളയിൽ കയറി ചായ ഇട്ടോണ്ട് വരുന്ന അത്ര വലിയ തെറ്റായി പോയോ? ഇവളെന്തിനാ അനന്തവേട്ടനും ചായ ഇട്ട് കൊടുക്കുന്നത്? അനന്തൂര് മാത്രമല്ല, എല്ലാവർക്കും മോള് ചായ ഇട്ടു. രാവിലെ കഴിക്കാനുള്ളതും റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അതിലെന്താ ഇത്ര അത്ഭുതം? ഇപ്പോൾ അത് തന്നെയല്ലേ ഇത്ര നാളും ചെയ്തോണ്ടിരുന്നത്. ഒരു തട്ടുകടയൊക്കെ നടത്തുമ്പോ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം. അതുകൊണ്ട് ഇവൾക്കത് വലിയ ഭാരമൊന്നുമല്ല. എന്നാലേ ഞങ്ങൾക്കിത് ഭാരം അമ്മായി. അതിരാവിലെ ഇവളെ കാണുന്നത്. പിന്നെ അനന്തവേട്ടന് ചായ ആയാലും ഭക്ഷണമായാലും അത് കൊടുക്കാൻ ഞാനുണ്ട് ഇവിടെ. ഇതിനു മുമ്പ് ആ ശീലമൊന്നും ഇല്ലായിരുന്നല്ലോ. അടുക്കളപ്പണിയൊന്നും ചെയ്യാറുമില്ല. അതൊക്കെ പോട്ടെ, അനന്തൂര് നീ ഭക്ഷണം വിളമ്പിപ്പോലും കൊടുക്കാറില്ലല്ലോ. എന്തിന്? നീ ഭക്ഷണം വിളമ്പി കഴിക്കാറില്ലല്ലോ. എല്ലാം മുമ്പിൽ കൊണ്ടുവച്ചാ കഴിക്കും. അതായിരുന്നു ഇതുവരെയുള്ള രീതി. എന്നാലേ ഇനി രീതികളൊക്കെ മാറും. ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം കഴിപ്പൊന്നും ഉണ്ടാവില്ല. മോൾ എന്തിനാ മോളെ ചായയായിട്ട് ഇങ്ങോട്ട് വന്നത്? ഒരു നല്ല കാര്യം ചെയ്താ അത് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും പ്രയോജനമില്ല. ആരും ആവശ്യപ്പെട്ടില്ലല്ലോ അമ്മേ ഇവളോട് ചായ കൊണ്ടുവരാൻ. ഇനി വരില്ല. എന്ത് പറയാനാ അമ്മേ? അവളെ രാവിലെ ഒരു ഉളുപ്പും ഇല്ലാതെ ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട് കയറി വന്നു ചായയും കൊണ്ടും. ബെഡ്റൂമിലേക്കോ? ആ അതെന്നെ, ഞങ്ങളുടെ ബെഡ്റൂമിലോട്ട്. ആനന്ദവേട്ടന് ചായയുമായിട്ട്. എന്നിട്ട് നീ അവളെ അടിച്ച് പുറത്താക്കിയില്ലേ? എങ്ങനെ പുറത്താക്കും? അവളെ എന്തെങ്കിലും ചെയ്താ എന്നെ പുറത്താക്കുമെന്നും പറഞ്ഞ് നിക്കുവാ ഇവിടെ ഒരാള്. എന്റെ അമ്മായി. ഇപ്പൊ കേറി വന്നവളുടെ വയറ്റിലാണല്ലോ കുഞ്ഞുള്ളത്. അതിനെപ്പറ്റി അവളെക്കോളം ശ്രദ്ധ അമ്മായിക്കാ. എനിക്ക് മടുത്തമ്മേ, മടുത്തു. അനന്തവേട്ടനെ കയ്യിലെടുക്കാനാ അവളുടെ പരിപാടി എന്ന് തോന്നുന്നു. എനിക്കില്ലാത്ത പല ഗുണങ്ങളും അവൾക്കുണ്ടല്ലോ. കുഞ്ഞിന്റെ കാര്യം മാത്രമല്ല, അവൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാനും അറിയാം. അതിന്റെ ഒരു മുൻതൂക്കം അവൾക്ക് എന്തായാലും കിട്ടും. മോള് വിട്ടുകൊടുക്കരുത് മോളെ. എന്തെങ്കിലും രീതിയിൽ മോളെ വിഷമിപ്പിച്ചാൽ മോള് കൊട്ടയ്ക്ക് നിന്നോണം.